നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ കേതു, 3ാം ഭാവത്തിൽ രവി ശനി, 4ാം ഭാവത്തിൽ ശുക്രൻ, 6ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചന്ദ്രൻ കേതു. ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കണം, ലിവർ പേഷ്യൻസിന് ലിവർ സിറോസിസ് അത് വളരെ കൂടുന്നൊരു സമയമാണ്. ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ തങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന ഭാരമാണിതെന്ന് അറിയുക. പലപ്പോഴും സഹോദര വിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടിൽ വരും. 3ാം ഭാവത്തിൽ അഷ്ടമാധിപനായ സൂര്യൻ നിൽക്കുന്നു. അതിനാൽ സഹോദരങ്ങളെ ദുഃഖം വളരെയധികം വരും. പല കാര്യങ്ങളും ധൈര്യം കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകാതെ നോക്കണം. ചിലപ്പോൾ വീടിൻ്റെ വിഷയമായ അനാവശ്യമായ സ്ക്വയർ ഫീറ്റുകൾ വളരെ കൂട്ടുക, അത്ര വേണം ഇത്ര വേണം. പലപ്പോഴും ഭാര്യയായിരിക്കും മുൻപിട്ടിറങ്ങുക. അപ്രകാരം തന്നെയാണ് കാറ് വാങ്ങണമെങ്കിൽ പഴയ കാറ് കൊടുക്കുമ്പോൾ വലിയ ആഡംബര കാറ് വാങ്ങും. അങ്ങനെ അനാവശ്യ ഭ്രമം ജീവിതത്തിൽ കാണിച്ചാൽ വെറുതെ ധനനഷ്ടമുണ്ടാകും, മനസ്സിന് ക്ലേശങ്ങളുണ്ടാകും. ഭൂമിപരമായ വിവാദങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 2ൽ ചൊവ്വയുള്ളതുകൊണ്ട് പലപ്പോഴും ബ്രോക്കർമാർക്ക് നല്ലതാകാം. പക്ഷേ അനാവശ്യമായി കയറി ഇടപെട്ട് ആ വ്യാപാരം നഷ്ടപ്പെടാതെ നോക്കണം. ദാമ്പത്യത്തിൽ അരിഷ്ടത വളരെയധികം കാണും. വിവാഹപര്യാഗ്രഹം അഷ്ടമത്തിൽ വളരെ ദുർബലമായി നിൽക്കുന്നു. ബൗദ്ധികമായ തലത്തിൽ വളരെ നല്ലതാണ്. ആരോഗ്യവിഷയത്തിൽ ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിൽ നിർബന്ധമായും ഭാര്യാഭർത്താക്കന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യണം തിങ്കളാഴ്ച. ശരീരം എന്തായാലും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ത്രോട്ടുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ശ്രദ്ധിക്കണം. ചെവി സംബന്ധമായ ഇയർ ബാലൻസിങ്, വലത്തെ ചെവിയെ വളരെ ജാഗ്രത പാലിക്കാനുള്ള വാരമാണ്. സഹോദര വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കുക. അനാവശ്യമായ വിവാദങ്ങൾ ഇല്ലാതെ നോക്കുക. ശാരീരിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണം? നാളികേരം കൊണ്ട് മുട്ട ഇറക്കുക. ദാമ്പത്യ ശ്രേയസ്സിനായി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യമത്യം തിങ്കളാഴ്ച ചെയ്യുന്നത് വളരെ ഗുണമാണെന്നറിയുക. നന്ദി, നമസ്തേ.